ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജീവിത സൗഭാഗ്യവും അനുഗ്രഹവും എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പരസ്പരം ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്ന, തൻ്റെ സന്താപങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ കഴിയുന്ന, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള, സപ്പോർട്ടീവായ നല്ലൊരു ഇണയെ ലഭിക്കലാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. വിശുദ്ധ ഖുർആൻ ദാമ്പത്യത്തെ വിശദീകരിക്കുന്നിടത്ത് കാണാം, ലി തസ്കുനു ഇലൈഹ, നീ അവളിലേക്ക് സമാധാനം പുൽകാൻ വേണ്ടിയാണ് ദാമ്പത്യത്തെ അള്ളാഹു സംവിധാനിച്ചത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം അത് നമ്മുടെ ഭാര്യയാവണം. അവളിലൂടെയാവണം നമ്മുടെ കൺകുളിർമയുണ്ടാവേണ്ടത്, നമ്മുടെ കരള് കുളിരണിയേണ്ടത്, നമ്മുടെ ജീവിതം വസന്തം പുൽകേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവൾക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിത നന്മകളെക്കുറിച്ച് വാചാലമായി സംസാരിക്കാൻ കഴിയണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഏറ്റവും സുന്ദരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടുത്തെ ഭാര്യമാരാണ്, അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും സുന്ദരമായൊരു പ്രാർത്ഥന തന്നെ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ സന്താനങ്ങളെയും എൻ്റെ പ്രിയതമയെയും എൻ്റെ ഹൃദയാനന്ദവും എനിക്ക് കൺകുളിർമയേകുന്നതുമാക്കേണമേ എന്ന സുന്ദരമായ പ്രാർത്ഥനയാണ്. ദാമ്പത്യമെന്നാൽ വിവാഹത്തിൽ തുടങ്ങി ഖബറും കടന്ന് ജന്നാത്തുൻ നഈം വരെ എത്തി നിൽക്കേണ്ട സുന്ദരമായൊരു സംവിധാനമാണ്. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും പവിത്രവുമാക്കട്ടെ. ആമീൻ. بالحب قد بعثت الفضاء